എല്ലാവർക്കും എന്നോട് വിശേഷം. സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നുല്ലോ. അവസാനമായിട്ട് ഈ വർഷം ഒന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഇനി അടുത്ത വർഷമല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. എല്ലാവരും അടിക്കുന്ന റെഗുലർ ചളി അടിച്ചതുകൊണ്ട് ദോഷമില്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. പിന്നെ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണുനീരും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ ഒന്നിനും കുറവില്ലാതെ ദൈവം എന്നെ നടത്തി. ഈ 2025 മുഴുവനും തികയ്ക്കാൻ ഇത് തന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇനി വരുന്ന 2026 എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു വർഷമായി തീരട്ടെ. ഞാൻ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ വേറെ എന്താ പറയുക, 2025 ചിലർക്ക് ചിലപ്പോൾ ഓർമ്മിക്കണ്ടെന്ന് ഓർക്കുന്ന വർഷമായിരിക്കും. ചില വർഷം നമുക്ക് അങ്ങനെയായിരിക്കും, അയ്യോ എനിക്ക് ആ വർഷം നമുക്കിനി തിരിഞ്ഞു പോലും നോക്കണ്ടേ എന്ന് നമുക്ക് തോന്നിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള വർഷങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇനി വരുന്ന വർഷം വളരെ ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ. ഞാൻ നിങ്ങളെ എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ ജീവിക്കണം എന്ന് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവാം. നമ്മളെങ്ങനെയാണെങ്കിലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ചിലർ പറയത്തില്ലേ, അങ്ങും ഇങ്ങും എത്തിപ്പിടിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. എല്ലാവരും അങ്ങനെയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും കെട്ടുവിന് വേണ്ടിയിട്ടും അമ്മയച്ഛന്മാർക്ക് വേണ്ടിയിട്ടും. അപ്പം നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഓരോ ഓട്ടത്തിലാണ്. അപ്പോൾ ആ ഓട്ടം നമുക്ക് എത്രത്തോളം ആയുസ് ദൈവം തന്നിട്ടുണ്ടോ അത്രയും ആയുസ് നമ്മൾ ഓടി തീർക്കുക, അതാണ് നമ്മുടെ ദൗത്യം. അപ്പം ആരും ഒന്നുകൊണ്ടും വിഷമിക്കരുത്, അല്ലെങ്കിൽ യാതൊരുവിധ ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ നിരാശയുടെ ഒന്നും ചിന്ത നിങ്ങളിൽ വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അല്ലെങ്കിൽ ഉയർത്തും. അപ്പോൾ അതുമാത്രം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നിങ്ങളുടെ ഓട്ടത്തിൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത വർഷത്തിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ഫാമിലിയിലോട്ട് വരുന്നവർ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ന്യൂ ഇയറിൽ എനിക്കൊരു സബ്ബെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും തരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിള്ളേരാരും ഇവിടെ ഇല്ല, വീട്ടിലാണ്. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, ടാറ്റ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ഉമ്മ.